ജീവിത വഴികളിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ പാപകർമ്മങ്ങൾക്ക് മനസ്തവിച്ച് ഉപവാസത്തിലും സ്വയം നിഗ്രഹത്തിലും പ്രായശ്ചിത്തം ചെയ്യുന്ന പുണ്യദിനങ്ങളാണ് നോമ്പുകാലം. അയൽക്കാരനോടുള്ള ബന്ധവും സഹോദരങ്ങളോടുള്ള കടമയും പരിശോധന വിധേയമാക്കുന്ന സമയം. മാനസാന്തരത്തിന് വലിയൊരു പ്രഖ്യാപനം നടത്തുന്ന സക്കേവൂസിനെ പരിചയപ്പെടുത്തിയാണ് ലൂക്കാ സുവിശേഷകനിലൂടെ ഈശോ നോമ്പുകാലം 2-ാം ഞായറിലേക്ക് നമ്മെ ക്ഷണിക്കുക. സക്കേവൂസിന്റെയും യേശുവിൻ്റെയും വ്യക്തിത്വത്തിലൂടെ മാനസാന്തരത്തിന്റെ ഈ യാത്രയെ നമുക്ക് ധ്യാനിക്കാം. 6 ചിന്തകളിലൂടെ മാനസാന്തരം എനിക്ക് എങ്ങനെ ജീവിക്കാം എന്ന് നമുക്ക് നോക്കിക്കാണാം. 1. സക്കേവൂസ് സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ടവൻ, യഹൂദരുടെ വെറുപ്പിന് കാരണമായവൻ. പക്ഷേ ദൈവികമായ പ്രവൃത്തിയെ ഫലപ്രാപ്തിയിലെത്തിക്കാൻ യേശുവിൻ്റെ സാന്നിധ്യത്തിന് സാധിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചവൻ. അതെ, ദൈവത്തിരുമുൻപിൽ നിഷ്കളങ്കനും ധർമ്മിഷ്ഠനുമായവൻ. 2. മറ്റുള്ളവരുടെ സ്നേഹവും അംഗീകാരവും സൗഹൃദവും ആഗ്രഹിക്കുന്ന സക്കേവൂസിന്റെ ആത്മാവിനെ കാണുന്ന യേശു മാറ്റി നിർത്തപ്പെട്ടവരിൽ നിന്ന് അവനെ ജനമധ്യത്തിലേക്ക് ക്ഷണിക്കുന്നു. 3. അപ്രതീക്ഷിതമായി വന്ന ജീവിതാനുഭവത്തിനു മുൻപിൽ, യേശുവിൻ്റെ ഒരു ക്ഷണത്തിനു മുൻപിൽ ഏറെ തീക്ഷ്ണതയോടെ പ്രത്യുത്തരിക്കുന്ന സക്കേവൂസ്. 4. ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു എന്ന യേശുവിൻ്റെ ആവശ്യവും, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു എന്ന സക്കേവൂസിൻ്റെ പ്രത്യുത്തരവും പെട്ടെന്നുള്ള തീരുമാനത്തിനും മാനസാന്തരത്തിൻ്റെ പ്രവർത്തികളോടെയുള്ള പ്രകടനവുമായി സുവിശേഷകൻ വിവരിക്കുന്നുണ്ട്. 5. സക്കേവൂസിൻ്റെ മാനസാന്തരത്തിൽ ഏറെ സന്തോഷിക്കുന്ന ഈശോ ചുങ്കം പിരിവുകാരൻ ഒരു വിഗ്രഹാരാധകനാണ് എന്ന യഹൂദ മതദർശനത്തെ തിരുത്തി ഇവനും അബ്രാഹത്തിന്റെ മകനാണ് എന്ന് ഏവർക്കു മുന്നിൽ പേര് ചൊല്ലി വിളിക്കുന്നു. 6. വ്യവസ്ഥകളില്ലാതെയാണ് യേശു സക്കേവൂസിനെ സ്വീകരിച്ചത്. വ്യവസ്ഥകളില്ലാത്ത സ്വീകരണം സക്കേവൂസിൽ മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചു. ഈ നോമ്പുകാലം സമൂഹം ഒറ്റപ്പെടുത്തിയവരിലും മാറ്റി നിർത്തിയവരിലും നമുക്ക് ദൈവത്തെ കാണാം. ദൈവം അവരിൽ പ്രവർത്തിക്കുന്നു എന്ന് തിരിച്ചറിയാം. ഈശോയെ പോലെ വ്യവസ്ഥകളില്ലാതെ അയൽക്കാരനോടുള്ള ബന്ധവും സഹോദരനോടുള്ള കടമയും നിറവേറ്റാൻ നമുക്ക് സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. അവിടെയാണ് എൻ്റെ മാനസാന്തരം.